ഹലോ ഫ്രണ്ട്സ്, ഇത് ഇന്നത്തെ എൻ്റെ ഗാർഡനിലെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. ഇത് ഞാൻ വെറൈറ്റി ഓഫ് ടൊമാറ്റോസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു വെറൈറ്റി മാത്രമേ ഇപ്പോൾ ഫ്രൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ പ്ലാന്റ്സ് ആണ്. ഇത് ഞാൻ മുകളിലേക്ക് ടെറസിലേക്ക് കെട്ടി സൺഷെയ്ഡിലേക്ക് കെട്ടി വളർത്തിയത്. നീണ്ട് പോകുന്ന ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു. നല്ലോണം ഫ്രൂട്ടും ചെയ്യുന്നുണ്ട്. ബാക്കി വെറൈറ്റീസ് ഇതുവരെയായിട്ടും ഫ്രൂട്ട് ചെയ്തിട്ടില്ല. പ്ലാന്റ്സ് ചെറുതുമാണ്. അപ്പോൾ അത് ഫ്രൂട്ട് ചെയ്യണതനുസരിച്ച് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഈ സീഡ്സൊക്കെ ഞാൻ ഓൺലൈനാണ് പർച്ചേസ് ചെയ്തത്, ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന്. പിന്നെ ഇത് രുദ്രാക്ഷ പാവക്ക എന്ന് പറഞ്ഞ് എൻ്റെ മദർ എനിക്ക് തന്നതാണ്. നന്നായിട്ട് ഫ്ലവറും ചെയ്യുന്നുണ്ട്, ഫ്രൂട്ടും ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു മാക്സിമം സൈസ് എന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഇനി വളരാൻ ചാൻസ് ഇല്ല. ഒരു യെല്ലോയിഷ് കളറൊക്കെ അതിന് ആ ഫ്രൂട്ടിന് വരുന്നുണ്ട്. അപ്പം ഇനി അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു പെയിൻറ്റ് ഡ്രമ്മിലാണ്. ആ ഡ്രമ്മിൽ അത് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ലഷ് ഗ്രീനായിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. എൻ്റെ ഗാർഡനിൽ ഗ്രീനായിരിക്കണമെന്ന്. ഗ്രീനായിട്ട് നിന്നിട്ട് അതിന് ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ലീവ്സ് ഇല്ലാതെ ഫ്രൂട്ട്സ് മാത്രമാകുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഭംഗി തോന്നാറില്ല. ഭംഗിയും കൂടി ആഡ് ചെയ്യണമല്ലോ നമ്മുടെ ഗാർഡനിലേക്ക്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇൻസെക്ടിസൈഡ് അടിക്കാറുണ്ട്. നീം ഓയിലും സോപ്പും ഒക്കെ കൂടി ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുണ്ട്. ഒരു മഞ്ഞളിപ്പൊക്കെ കാണുമ്പോഴത്തേക്കും അടിക്കാറുണ്ട്. കുഴപ്പമില്ലാതെ നന്നായിട്ട് ഫ്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് നിത്യവഴുതന. നേരത്തെ ഉണ്ടായിരുന്നതിൽ വെള്ളീച്ച വന്ന് നശിഞ്ഞു പോയി. ഇപ്പോൾ രണ്ടാമത് ഞാൻ വളർത്തി കുറച്ചായി തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഗ്ലോ ബീൻസ് എന്നും പറയും ഇതിനെ. ബീൻസിൻ്റെ പോലത്തെ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിൻ്റെ ആ വൈറ്റ് ഭാഗം എടുക്കാതെ ബാക്കിയുള്ള ഭാഗങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കും. ടേസ്റ്റിയാണ്. ഒരു ബീൻസിൻ്റെ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ വേറെയും മുട്ടുകൾ വരുന്നുണ്ട്. കുഴപ്പമില്ല. ഒന്തിക്കോ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലതാണ്. ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ ഗാർഡനിൽ നിന്ന് കിട്ടിയത് രുദ്രാക്ഷ പാവക്കയും ക്ലോ ബീൻസുമാണ്. അടുത്തത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പേർപ്പിൾ ബോക്ചോയാണ്. അതിനിപ്പോൾ വെയിലൊക്കെ അടിച്ച് തുടങ്ങിയപ്പോൾ എനിക്കൊന്ന് ചെറിയ പേർപ്പിൾ കളറ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. എൻഹാൻസ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. നല്ല വലിയ പ്ലാന്റായിട്ട് വരുമായിരിക്കും. ഞാനത് ചെറിയൊരു തെർമോക്കോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ബ്രസിൽ സ്പ്രൗട്ടും കൂടി നട്ടിട്ടുണ്ട്. അതിനി അതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇതതിൻ്റെ വേറൊരു ചെറിയ ഞാൻ മാറ്റി നട്ടതാണ്. കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഇനി നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രസിൽ സ്പ്രൗട്ട്. അത് നന്നായിട്ട് വളരുന്നുണ്ട്. ഇവരൊക്കെ വെയിലത്താകുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് ഇതിൻ്റെ എല്ലാത്തിനും. ഒരു നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ചെറിയ വേറെയും പ്ലാന്റ്സ് ഞാനിപ്പം ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ സീസണലാണെന്നാണ് പറയുന്നത്. ബട്ട് നമുക്ക് നോക്കാം എങ്ങനെയാവുന്നത്. ഇത് പ്ലാന്റിൽ നിറച്ച് കുഞ്ഞു ക്യാബേജസ് ആയിട്ട് വരുന്ന ഒരു വെജിറ്റബിളാണ്. ഒരു ട്രയലാണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലോ എൻ്റെ ഗാർഡൻ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച പീച്ച് അവലഞ്ച് എന്ന് പറഞ്ഞ ഒരു റോസാണ്. സ്മെല്ല് നേരിയതായിട്ടുണ്ടോ എന്ന് ഡൗട്ടുള്ള രീതിയിൽ ഒരു ഫ്രേഗ്രൻസ് ഉണ്ടല്ലാതെ ഇതിന് വലിയ ഫ്രേഗ്രൻസ് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഭംഗി നല്ല ഭംഗി. ഒരു യെല്ലോയിഷ് ചേർന്ന ഒരു ക്രീമിഷ് കളർ. ഇത് അബ്രക്കഡബ്ര. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചപ്പോൾ അത് റെഡ് കളറായിരുന്നു. പക്ഷെ അതിലിപ്പോൾ ഒരു മഞ്ഞ കയറി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഓന്തിഗോ അതങ്ങനെ. ഇത് നമ്മുടെ നാടൻ എല്ലായിടത്തും ഉള്ളൊരു പിങ്ക് കളർ. ഇത് ക്ലൈംബിങ് നോവേൽ എന്നും പറഞ്ഞാണ് ഇതിൻ്റെ പേര്. വിരിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ബ്ലൂമാണ്. വെയിറ്റിംഗ് ഫോർ ദി ബ്ലൂം. പിന്നെ ഞാനിത് എൻ്റെ റോസ് ഒരു കുറച്ച് ക്ലൈംബിങ് റോസസ് ഉണ്ട്. അത് ട്രെല്ലിസ് പോലെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ഈ സപ്പോർട്ടൊക്കെ കൊടുത്ത് വളർത്തിയാൽ കൂടുതൽ നല്ല ഗ്രോത്തും ഉണ്ടാവും. നല്ല ലഷ് ഗ്രീനും ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്.
തമിഴ് ചാനൽസിൽ കുറേ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കാണാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയത്. ഇത് ഞാൻ പോട്ടിൽ നട്ടിരിക്കുന്ന കാടകം ഏലക്കയാണ്. ഇതുവരെ ഫുഡൊന്നും ചെയ്തിട്ടില്ല. വെയിറ്റിംഗ് ഫോർ എന്തെങ്കിലും നടക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് സുക്കിനിയാണ്. സുക്കിനി ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൽബമാണ് വരുന്നത് മുഴുവനും. വെയിറ്റ് ചെയ്യാം. ഇത് ഇസ്രായേൽ ഓറഞ്ച് പഴുത്തു തുടങ്ങി. ഇത് മധുരമാണെന്നാണ് പറയണമെങ്കിലും എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് പച്ചക്ക് മധുരത്തിൽ മഞ്ഞയാകുമ്പോൾ കഴിക്കാനുള്ള ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങളിത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും പച്ചക്ക് ഇങ്ങനെ കഴിക്കും. സാലഡിലൊക്കെ ഇടാന്നാണ് പറയുന്നത്. സാലഡ്സിലൊന്നും ഇടാതെ അല്ലാതെ തന്നെ തീർന്നു പോകും. ഇത് കുറച്ച് ബൊഗെയിൻ വില്ലാസ്. ഇപ്പോൾ ബൊഗെയിൻ വില്ല സീസൺ ആണല്ലോ. അപ്പോൾ ബൊഗെയിൻ വില്ലാസും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. കുഴപ്പമില്ലാതെ നന്നായിട്ട് വളരുന്നുണ്ട്. എല്ലാത്തിനും വെയിൽ വേണമല്ലോ, നമുക്കതാണ് ഇല്ലാത്തത്. ഇത് പുഷ് ഓറഞ്ചാണ്. പഴുത്ത് തുടങ്ങിയിട്ടില്ല, പക്ഷെ നിറയെ ഫ്ലവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. ഇവർക്കൊക്കെ അധികം വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ഫ്ലവർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എനിക്കൊരു മുസമ്പി ഉണ്ട്. കുറേ നാളായിട്ട് ഞാൻ എല്ലാത്തിനും ലഷ് ഗ്രീൻ ആവാനായിട്ട് വെള്ളവും വളവും കൊടുക്കും. അപ്പോൾ ഗ്രീൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്രൂട്ട്സ് ഉണ്ടാവാറില്ല. ഈ പ്രാവശ്യം ഞാൻ ഒന്ന് മാറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വെള്ളം കൊടുക്കാതെയും അധികം ട്രീറ്റ്മെൻറ്റും കൊടുക്കാതിരുന്നപ്പോഴത്തേക്കും അത് ശരിയായി വരുന്നുണ്ട്. ഇത് ബീൻസാണ്. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഇതിന് ഇനി എപ്സം സോൾട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയാണോ ബാക്കി വന്നത് ഒഴിച്ചതാണ് നന്നായി വളരണമെങ്കിൽ വളരും. ഇത് എൻ്റെ ഗാർഡനിൽ തന്നെ ഉണ്ടായ ഒരു ജാമ്പയാണ്. ചുമന്ന ജാമ്പയായിരുന്നു. അതിൻ്റെ സീഡ് ഇട്ടിട്ട് വന്നത് ഇങ്ങനെയാണ്, ഒരു മ്യൂട്ടേറ്റഡ് പോലെ വെരിഗേറ്റഡ്, തന്നെത്താനെ വെരിഗേറ്റഡ് ആയത്. ഞാൻ അത് വാങ്ങിച്ചതൊന്നുമല്ല, എനിക്ക് സീഡിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പം ഞാനത് വേറൊരു ഡ്രമ്മിലേക്ക് മാറ്റി. പക്ഷേ എനിക്ക് പറ്റിയ തെറ്റതായിരുന്നു.